എല്ലാ മനുഷ്യരും കൊതിക്കുന്നൊരു കാര്യമാണ് ആനന്ദകരമായൊരു ജീവിതം. ദുഃഖവും സങ്കടവും വിഷമവും കരച്ചിലും വിലാപവും ഒക്കെ മനുഷ്യ മനസ്സുകളെ വേട്ടയാടുന്ന ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ നടുവില് സ്തോത്രം ആനന്ദത്തോടെ ജീവിക്കാൻ ഓരോ ദൈവമക്കളും ആഗ്രഹിക്കുക. 85 സങ്കീർത്തനത്തിലെ ഒരു വചനമാണെന്ന് ധ്യാനിക്കാൻ പോകുന്നത്. 85 സങ്കീർത്തനം കോരഹപുത്രന്മാർ ചമച്ച ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നിങ്ങളുടെ അവസ്ഥകൾക്ക് വലിയ മാറ്റം വരാൻ പോകുന്നു. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിൽ ആനന്ദിക്കാൻ ഫിലിപ്പിയ ലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യത എന്നാന്ന് ചോദിച്ചാൽ, അതിനകത്ത് എടുത്തെടുത്ത് ധന്യനായ പൗലോസ് പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും. സന്തോഷിക്കാൻ കഴിയാത്ത ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, അവരെ കണ്ടാൽ ഭയങ്കര സുന്ദരനാണ്, പക്ഷെ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ചിലരെ കണ്ടിട്ടുണ്ട്, അവർക്ക് ഒരു പൈസയും ഇല്ല, വലിയ സൗന്ദര്യമൊന്നുമില്ല, വലിയ ആരോഗ്യമൊന്നുമില്ല, പക്ഷെ അവർ ഭയങ്കര സന്തോഷവാന്മാരാണ്. ഈ ദിവസങ്ങൾ ആ ദൈവരാജ്യത്തിന്റെ സന്തോഷം നിങ്ങളുടെ അകത്തളങ്ങളിൽ വാഴട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാം, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് വീണ്ടും നീ അവരെ ജീവിപ്പിക്കുകയില്ലയോ? നിന്റെ നിർജീവമായ അവസ്ഥയിൽ, നിശ്ചലമായ അവസ്ഥയ്ക്കകത്ത് ദൈവത്തിന്റെ ജീവന്റെ തുടിപ്പ് ഈ ദിവസങ്ങളിൽ വ്യാപരിക്കാൻ പോകുകയാണ്. എവിടൊക്കെ നീ സങ്കടപ്പെട്ടോ, എവിടൊക്കെ നീ വിലപിച്ചോ, എവിടൊക്കെ നീ കരഞ്ഞോ, അതേ സ്ഥാനത്ത് വിലാപങ്ങളെയും കരച്ചിലിനെയും ദുഃഖത്തെയും എടുത്തു മാറ്റിക്കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ നിനക്ക് ഒരു പുതിയ ജീവൻ പകരുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക. നമുക്ക് പരിശുദ്ധാത്മ നിറവിൽ പറയാം, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? അവസ്ഥകൾ മാറും, സാഹചര്യങ്ങൾ മാറും, സ്ഥിതികൾ മാറും. നീ ആനന്ദിക്കുന്ന ദിവസങ്ങൾ വരികയാണ്. കരഞ്ഞുകൊണ്ടിരുന്ന വീട്ടിൽ, കരഞ്ഞുകൊണ്ടിരുന്ന ബെഡിൽ, കരഞ്ഞുകൊണ്ടിരുന്ന ബെഡ്റൂമിൽ ഈ ദിവസങ്ങളിൽ ആനന്ദത്തിന്റെ അല അടിച്ചുയരത്തക്കവണ്ണം സർവശക്തനായ ദൈവം നിന്റെ സ്ഥിതികൾക്ക് മാറ്റം തരാൻ പോവുക. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. ആ കരങ്ങളെ ചേർത്ത് പിടിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിന്നിൽ ആനന്ദിക്കുവാൻ, നിന്നിൽ സന്തോഷിക്കുവാൻ, നിന്നിൽ നിറവ് പ്രാപിക്കാൻ നിന്റെ മക്കൾക്ക് കൃപ ചെയ്യണം. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പോരാട്ടങ്ങൾ മാറിപ്പോകട്ടെ. പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിലേക്ക് തരികയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. നിന്റെ നാമം ചൊല്ലി നിന്റെ മക്കളെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നീ ആനന്ദിക്കുന്ന ദിവസങ്ങൾ വരുന്നു, സന്തോഷിക്കുന്ന ദിവസങ്ങൾ വരുന്നു. ഗോഡ് ബ്ലെസ് യു.